ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സ്പൈഡർമാൻ നോ വേ ഹോം സിനിമ റൺ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സിനിമയിൽ 2 പോസ്റ്റ് ക്രെഡിറ്റ് സീൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ആൻഡ് അതിനെ കാട്ടിയിട്ടും ഒന്നാമത്തെ ഒരു സീൻ എന്ന് പറയുന്നത് പോസ്റ്റ് ക്രെഡിറ്റ് സീൻസ് എന്ന് പറയുന്നതിനെ കാട്ടിയിട്ടും അതിനെ നമുക്കൊരു ചെറിയൊരു ടീസറാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ആൻഡ് അതൊരു ടീസറായിട്ട് നമുക്ക് ഉടനെ തന്നെ ഔട്ടാവും എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. രണ്ടാമത്തേനെ നമുക്കൊരു പ്യുവർ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ എന്ന് തന്നെ പറയാം. സോ അതിനകത്താണ് നമുക്ക് ഈ ഒരു വെനമൊക്കെ അപ്പയർ ആയിട്ടുണ്ടായിരുന്നത്. ആൻഡ് എസ്പെഷ്യലി സ്പൈഡർമാൻ 4 വേണ്ടിയിട്ടുള്ളൊരു ടീസിങ് നമുക്ക് അതിനുള്ളിൽ നടന്നിട്ടുണ്ടായിരുന്നു. വെനം നമുക്കിപ്പോൾ മൾട്ടി വേൾഡിനുള്ളിലേക്ക് വന്നിട്ടുണ്ട്, MCUവിനുള്ളിലേക്ക് വന്നിട്ടുണ്ടെന്ന് ഞാൻ പറയാം. സോ ആ ഒരു രീതിയിലൊരു ടീസിങ് നമുക്ക് വന്നിട്ടുണ്ട്. സോ മൊത്തത്തിൽ ശരി 2 പോസ്റ്റ് ക്രെഡിറ്റ് സീൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ തന്നെ പറയാം. അപ്പോൾ അത് മൊത്തത്തിൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോകുന്നുണ്ട്. എന്താണ് അതിനുള്ളിൽ ഉദ്ദേശിച്ചതെന്നുള്ളതൊക്കെ നോക്കാൻ പോവാണ്. ബട്ട് അതെല്ലാം നോക്കുന്നതിന് മുന്നേ ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവേദി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട്, ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. ശരി, നമുക്ക് എന്താണെന്നുള്ളത് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഇതിൽ ആദ്യമേ നമുക്ക് പറയാനുള്ളത്, നമ്മുടെ പീറ്റർ നമ്മുടെ സ്പൈഡർമാനാണ് എന്നുള്ളൊരു കാര്യങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. സോ ആ ഒരു സമയത്ത് നമ്മുടെ സ്പൈഡർമാൻ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവരും മറക്കുന്ന ഒരു ടൈമുണ്ട് ഈ ഒരു മൂവിയിൽ. സോ എല്ലാവരും മറക്കുന്ന സമയത്ത് നമുക്കൊരു ഡൗട്ട് വരും, സെൻഡാമും ആൻഡ് നെഡും എങ്ങനെയാണ് നമ്മുടെ പീറ്റർ പാർക്കറിനെ മറക്കുന്നത്? പീറ്ററാണ് സ്പൈഡർമാൻ എന്നുള്ളൊരു കാര്യം മറക്കുന്നതിനുപരി പീറ്ററിനെ എങ്ങനെ മറക്കുന്നുണ്ട്? സോ അവർ ഒരുമിച്ച് സ്കൂളിൽ പഠിക്കുന്നുണ്ട്, ആൻഡ് അതുപോലെ തന്നെ അവരൊരുമിച്ച് പഠിക്കുന്നുണ്ട്, വരുന്നുണ്ട്, സോ അവർ കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് പരസ്പരം അറിയണമല്ലോ. ബട്ട് അവരും എന്തുകൊണ്ട് മറന്നു എന്നുള്ളൊരു കാര്യങ്ങൾ ചെറുതായിട്ടൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. ബട്ട് ഞാനത് ആലോചിച്ച് നോക്കിയ സമയത്ത് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പീറ്റർ നമ്മുടെ എല്ലാവരും മറക്കണം, ഞാൻ പീറ്ററാണ് എന്നുള്ളൊരു കാര്യം, സ്പൈഡർമാൻ പീറ്റർ ആണെന്നുള്ളൊരു കാര്യം എല്ലാവരും മറക്കണം എന്നുള്ളത് എക്സ്പെഷ്യലി ഇവിടെ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ അടുത്ത് പറയുന്നുണ്ട് 2ാമത്തെ തവണ. സോ അങ്ങനെ പറയുന്നൊരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പീറ്ററിനെ എക്സ്പെഷ്യലി എന്ത് ചെയ്യുന്നുണ്ട്, മറക്കുന്ന രീതിയിൽ പീറ്ററാണ് സ്പൈഡർമാൻ എന്നുള്ളൊരു കാര്യം എല്ലാവരും മറക്കുന്ന രീതിയിൽ കൊണ്ടുവരുന്നുണ്ട്. ആൻമിയും എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സമയത്ത് ഡയറക്റ്റ് പീറ്ററാണ് സ്പൈഡർമാൻ എന്നുള്ളത് മറക്കും. സോ എല്ലാവരും മറക്കും. സോ അങ്ങനെ ഒരു സ്പെല്ലിംഗ് ആണ് അവിടെ ഇടുന്നത്. എക്സ്പെഷ്യലി അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആൻമി മരിച്ചതിന് ശേഷം ആൻമിയുടെ കല്ലറയുടെ അടുത്ത് വന്നിട്ട് നമ്മുടെ ഹാപ്പി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് തൊട്ടടുത്ത് നമ്മുടെ പീറ്റർ പാർക്കർ നിൽക്കുന്നുണ്ട്. ബട്ട് ഹാപ്പി കണ്ടിട്ട് പോലും കണ്ടില്ല എന്നുള്ള രീതിയിലാണ് നടിക്കുന്നത്. ആൻമിക്ക് ഏറ്റവും അടുത്തൊരു അറിയുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ മാത്രമാണ് നമുക്കവിടെ പീറ്ററിനെ കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ എക്സ്പെഷ്യലി എല്ലാവരും മറക്കുന്നുണ്ട്. വില്ലന്മാർ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു യൂണിവേഴ്സിൽ നിന്നും ഈ ഒരു യൂണിവേഴ്സിലേക്ക് എല്ലാ വില്ലന്മാരും വരുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് അവരും ഡയറക്റ്റ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, പീറ്ററാണ് സ്പൈഡർമാൻ എന്നുള്ളൊരു കാര്യം ഈ ഒരു യൂണിവേഴ്സിൽ എക്സ്പെഷ്യലി മറക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. കാരണം അവർക്ക് ആൾറെഡി അറിയാം ആ ഒരു യൂണിവേഴ്സിൽ പീറ്ററാണ് സ്പൈഡർമാൻ എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടോം ഹോളണ്ട് വരുന്നുണ്ട്, ആൻഡി ഗാർഫീൽഡ് വരുന്നുണ്ട്, ടോബി മഗ്വയർ വരുന്നുണ്ട്. സോ അവരെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പെഷ്യലി അവരുടെ യൂണിവേഴ്സിലെ സ്പൈഡർമാൻസാണ്. സോ അവരും മേ ബി മറക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇങ്ങനത്തെ ഒരു സ്പൈഡർമാൻ ഇവിടെ ഉണ്ടെന്നുള്ളൊരു കാര്യം. കാരണം അവർക്ക് ആൾറെഡി അറിയില്ല. സോ അതുകൊണ്ട് അവർ മറക്കേണ്ട ഒരു ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ അവരുടെ വന്നതിന് ശേഷം വീണ്ടും 2ാമത്തെ തവണ പറയുമ്പോൾ മേ ബി അത് അവർ മറന്നു പോകുന്ന ഒരു സാധ്യതകൾ ഒരു റെഫറൻസ് നമുക്ക് ലൈറ്റായിട്ട് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് എന്ത് ചെയ്യുന്നത്, ഇതിൽ കൂടി തന്നെ നമുക്ക് അടുത്തൊരു സ്പൈഡർമാൻ വരും, സ്പൈഡർമാൻ 4 വരുന്നുണ്ടെന്നുള്ളൊരു ട്രയോളജി നമുക്ക് ഒഫീഷ്യലി കൺഫേം ആക്കിയിട്ടുണ്ട് MCUവിൽ തന്നെ. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് കോമിക്കിന് പറ്റിയ രീതിയിലുള്ളൊരു സ്യൂട്ട് ഫൈനലി നമ്മുടെ സ്പൈഡർമാൻ തന്നെ ഡെവലപ്പ് ചെയ്ത് പറന്നു പോകുന്നൊരു സീനെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമുക്ക് വെനത്തിന് എഡ്ഡി ഇതിനകത്ത് ടീസ് ചെയ്തിട്ടുണ്ട്. സോ എഡ്ഡിയെ ടീസ് ചെയ്യുന്ന ആ ഒരു സമയത്ത് എഡ്ഡിയുടെ ക്യാപ്പിൽ ഒരു മെക്സിക്കോ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ന്യൂയോർക്കിലല്ല എഡ്ഡി ഉള്ളത്, എക്സ്പെഷ്യലി എഡ്ഡി ഇപ്പോൾ മെക്സിക്കോയിലാണുള്ളത്. പക്ഷേ മെക്സിക്കോയിലാണെങ്കിലും ആ ഒരു സമയത്ത് പീറ്ററാണ് സ്പൈഡർമാൻ എന്നുള്ളൊരു കാര്യം നമ്മുടെ വെനത്തിന് എങ്ങനെ അറിയാമെന്നുള്ളൊരു ഡൗട്ട് ആ ഒരു സമയത്ത് നമുക്ക് എല്ലാവർക്കും വരാനൊരു സാധ്യത ഉണ്ട്. എക്സ്പെഷ്യലി ആ ഒരു ടൈമിൽ നമ്മുടെ എഡ്ഡി മെക്സിക്കോയിലായതുകൊണ്ട് തന്നെ ന്യൂയോർക്കിൽ ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോൾ വെനം വന്ന് ഇൻവോൾവ് ആവാത്തതിൻ്റെ കാരണവും അത് തന്നെയാണ്. ബട്ട് വെനത്തിനൊരു ഹൈ മൈൻഡ് നോളജ് ഉണ്ട്. അതായത് വെനത്തിൻ്റെ യൂണിവേഴ്സിലല്ല, എല്ലാ യൂണിവേഴ്സിലും മൾട്ടിവേർഡിലും വെനത്തിന് എന്ത് ചെയ്യുന്ന കണക്ഷൻസ് ഉണ്ട്, മൾട്ടിവേർഡ് ഉണ്ട് എന്നുള്ളൊരു കാര്യം വെനത്തിന് അറിയാം. അതുപോലെ തന്നെ വെനത്തിന് താൻ മില്യൺസ് ഓഫ് ഇയേഴ്സ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. സോ അതുകൊണ്ട് തന്നെ അക്രോസ് ദ യൂണിവേഴ്സ് എന്ന് പറയുന്നുണ്ട് ആൾറെഡി എഡ്ഡിയുടെ അടുത്ത് നമ്മുടെ വെനം സിനിമയിൽ വെനം 2 ലെറ്റ് ദെയർ ബി കാർണേജിൽ തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ഓരോ വെനത്തിനും കിട്ടുന്ന നോളേജുകൾ ഇങ്ങനെ അവരിങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, അത് ഓരോരുത്തർക്കും കിട്ടിക്കൊണ്ടിരിക്കും. സോ എല്ലാവർക്കും അങ്ങനെ പരസ്പരം നോളജ് ഉണ്ട്. സോ അത്രമാത്രം നോളജ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ടോബി മഗ്വയറിൻ്റെ യൂണിവേഴ്സിൽ നമ്മുടെ വെനം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്പൈഡർമാനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അറ്റാക്ക് ചെയ്യുന്നത് സ്പൈഡർമാൻ്റെ കൂടെ തന്നെ കയറുന്നുണ്ട്. എക്സ്പെഷ്യലി അതുകൊണ്ട് തന്നെ ആ ഒരു യൂണിവേഴ്സിൽ പീറ്ററാണ് സ്പൈഡർമാൻ എന്നുള്ളൊരു കാര്യം വെനത്തിന് അറിയാം. സോ ആ ഒരു വെനത്തിന് അറിയാമെന്നുള്ളൊരു കാര്യം മേ ബി നമ്മുടെ ഈ ഒരു വെനത്തിന് അറിയാം. ടോബി മഗ്വയറാണ് സ്പൈഡർമാൻ, ആ ഒരു യൂണിവേഴ്സിലെ പീറ്റർ പാർക്കർ സ്പൈഡർമാൻ ആണെന്ന് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെയും പീറ്ററാണ് സ്പൈഡർമാൻ എന്ന് വെനത്തിന് ലൈറ്റായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ആ ഒരു നോളജ് കൊണ്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടുണ്ടാവാൻ ഒരു സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ തന്നെയാണ് നമുക്ക് വെനത്തിൽ ഒക്കെ പീറ്റർ ആണെന്നുള്ളൊരു കാര്യം വെനം മനസ്സിലാക്കുന്നതും എന്നാണ് എനിക്ക് പൂർണ്ണമായിട്ട് ഇത് കണ്ടതിന് ശേഷം മനസ്സിലാക്കിയ ഒരു കാര്യം. മേ ബി അങ്ങനെ എന്തെങ്കിലും ഒരു ഡൗട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവ് ചെയ്യുക. സോ അതിനുശേഷം എഡ്ഡി എന്ത് ചെയ്യുന്നത്, ഇവിടെ നിന്നും പോകുന്നൊരു സമയത്ത് എഡ്ഡി എല്ലാവരെയും പറഞ്ഞിരുന്ന ഒരു സമയത്ത് വെനത്തിൻ്റെ ചെറിയൊരു അംശം ഇവിടെ വിട്ടിട്ടാണ് പോകുന്നത്. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ എക്സ്പെഷ്യലി ആ ഒരു സമയത്ത് ട്രെയിനിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ടൈമിൽ ഒരു ഹാരി എക്സ്പെഷ്യലി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ വെനം വരുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ബട്ട് വെനം വന്നത് സ്പൈഡർമാനെ അറിയാമെന്നുള്ളത് കൊണ്ടാണെങ്കിൽ
എക്സ്പെഷ്യലി ആ ഒരു സമയത്ത് നമുക്ക് ഹാരി വരണമല്ലോ. സോ അമേസിംഗ് സ്പൈഡർമാൻ വന്നിട്ടുണ്ടായിരുന്ന ഹാരി വരണം. അതുപോലെ തന്നെ നമ്മുടെ ടോബി മെഗ്വയറിനെ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവരും രക്ഷിച്ചുകൊണ്ട് പോകുമ്പോൾ പീറ്ററാണ് സ്പൈഡർമാൻ എന്നുള്ളൊരു കാര്യം എല്ലാവരും അറിയുന്നുണ്ട്. സോ അപ്പോൾ ആ ഒരു സമയത്ത് ട്രെയിനിലുണ്ടായിരുന്ന എല്ലാവരും വരണം, ബട്ട് അവരൊക്കെ ആരും വന്നിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പ്ലോട്ട് ഹോൾസ് ഉണ്ടെന്നുള്ളൊരു കാര്യം ബേസിക്കാണ്. ബട്ട് ഇവിടെയും അത് വളരെ വലിയ രീതിയിലൊരു പ്ലോട്ട് ഹോൾസ് ആണ്. സ്പൈഡർമാൻ ആണ് പീറ്റർ എന്നുള്ളൊരു കാര്യം, പീറ്ററാണ് സ്പൈഡർമാൻ എന്നുള്ളൊരു കാര്യം അറിയാമെന്നുള്ള മറ്റൊരുപാട് ആൾക്കാരുണ്ട്, അവരാരും വന്നിട്ടില്ല. ബട്ട് എന്തുകൊണ്ട് ഇവർ മാത്രം വന്നു എന്നുള്ളൊരു ഡൗട്ട് വരും. എക്സ്പെഷ്യലി ഇവർ സ്പൈഡർമാൻ്റെ വില്ലന്മാരായതുകൊണ്ടായിരിക്കാം വന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ടായിരിക്കണം മൾട്ടിവേർഡിൽ ഇങ്ങനെ ഒരു ട്രാവലിംഗ് വന്നിട്ടുണ്ടായിരിക്കും. ബട്ട് മൾട്ടിവേർഡിൽ ഇങ്ങനത്തെ മാത്രം ഒരു ട്രാവലിംഗ് എങ്ങനെ സാധിക്കും എന്നുള്ളൊരു ഡൗട്ടും വളരെ വലിയ രീതിയിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവ്. എക്സ്പെഷ്യലി അതൊരു പ്ലോട്ട് ഹോളാണ്, ബേസിക്കായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല പ്രവർത്തനം. ശരി, വെനം ആ ഒരു സമയത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രവർത്തനം ഹൾക്ക് ആൻഡ് അയൺമാൻ. സോ നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, മെക്സിക്കോയിൽ എക്സ്പെഷ്യലി ഹാരിയുടെ ആ ഒരു ടോക്സ് ആൻഡ് അതുപോലെ തന്നെ ആ ഒരു ബ്ലിപ്പിൻ്റെ ടൈമിന് ശേഷം ഇത് നടക്കുന്നൊരു സമയത്ത് നടന്നതൊക്കെയാണ് നമുക്കിവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. എഡി എന്ത് ചെയ്യുന്നുണ്ടൊക്കെ ബ്ലിപ്പ് നടന്നതിന് ശേഷം അയൺമാൻ, ഹൾക്ക്, അപ്പോൾ ഇത് ഈ ഒരു ഹാരി ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് എക്സ്പെഷ്യലി ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ എഴുതി വെക്കുന്ന സമയത്ത് ടോം ഹാർഡി ആ ഒരു ടൈമിൽ പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് മാഞ്ഞു പോകുന്നൊരു ചെയ്യുന്നുണ്ട്. എക്സ്പെഷ്യലി പറഞ്ഞ അവിടെ യൂണിവേഴ്സിലേക്ക് വരുമ്പോൾ വെനത്തിൻ്റെ ചെറിയൊരു ഭാഗം അവിടെ വിട്ടിട്ട് പോകുന്നുണ്ടല്ലോ, അതിൽ ചെറിയൊരു ഫ്ലോപ്പ് എന്നല്ല, അതിൽ ചെറിയൊരു ലൂപ്പ് ഹോളുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് വെനം എണീച്ച് പോകുന്നത്, വെനം സഞ്ചരിച്ച് പോകുന്നത് നമുക്ക് കാണിക്കുന്നുണ്ട്. ബട്ട് ഒരു ഭാഗം മിസ്സായതായാലും അത് സിംബിയാറ്റാണല്ലോ. സോ സിംബിയാറ്റിന് അങ്ങനെ മിസ് ചെയ്തിട്ട് പോകുമ്പോൾ എക്സ്പെഷ്യലി ഇവിടെ നമുക്ക് ഈ ഒരു സ്പൈഡർമാൻ ഈ ഒരു വെനം ഇനി ഇവിടെ നിന്ന് ട്രാവൽ ചെയ്ത് നമ്മുടെ ന്യൂയോർക്കിലുള്ള സ്പൈഡർമാനായിട്ട് എങ്ങനെ കണക്ട് ചെയ്യും എന്നുള്ളത് നമുക്ക് ഫ്യൂച്ചറിൽ ഇനി കാണിക്കണം. സോ ബട്ട് അതും ഒരു ലൂപ്പ് ഹോൾ ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെനത്തിൻ്റെ കുട്ടി വന്നു കഴിഞ്ഞാൽ ആ ഒരു പിസഡ് വിട്ടിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു അംശം വിട്ടിട്ട് പോകുമ്പോൾ അത് വെനത്തിൻ്റെ കുട്ടിയാണ്, കർണേജാണ്. അപ്പോൾ അവിടെ കർണേജ് എങ്ങനെ സ്പൈഡർമാനായിട്ട് കണക്ട് ആകും എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് വരും. ആൻഡ് കോമിക്കിനെ വ്യത്യസ്തമായിട്ട് പറയാമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. വെനത്തിൻ്റെ കുട്ടിയാണ് കർണേജിൻ്റെ കുട്ടിയാണ് ടോക്സിൻ. അപ്പോൾ എക്സ്പെഷ്യലി വെനത്തിൻ്റെ ഒരു ഭാഗം കൂടെ വന്നു കഴിഞ്ഞാൽ അത് വെനമല്ലേ വരേണ്ടത്. അപ്പോൾ രണ്ട് വെനം കാണും. അപ്പോൾ മറ്റു യൂണിവേഴ്സിലും ഈ യൂണിവേഴ്സിലുമായിട്ട് ഒരു വെനം വരുമോ ഇല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് ഫ്യൂച്ചറിൽ അറിയാം. ബട്ട് എക്സ്പെഷ്യലി അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബ്ലാക്ക് സ്യൂട്ട് നമ്മുടെ സ്പൈഡർമാനെ കിട്ടുന്ന രീതിയിൽ വെനമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ മൾട്ടിവേർഡ് യൂണിവേഴ്സിലേക്ക് അല്ലെങ്കിൽ എസ്പെഷ്യലി MCUലേക്ക് ഇപ്പോൾ വെനം വന്നെന്നുള്ളൊരു കാര്യം സത്യാവസ്ഥയാണ്. ബട്ട് വെനം എങ്ങനെ ഇവിടെ നമുക്ക് ഈ ഒരു ഭാഗം വിട്ടിട്ട് പോകും എന്നുള്ളതാണ് എനിക്ക് പ്രോപ്പറായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. വെനം ഇങ്ങനെ പോകുന്ന ഭാഗത്തൊക്കെ എല്ലാം ഇങ്ങനെ വെറുതെ വിട്ടിട്ട് പോകുമെങ്കിൽ എന്തുമാത്രം വെനം വരണം എന്നുള്ളതും ഒരു ലൂപ്പ് ഹോളാണ്. ബട്ട് നോക്കാം എന്താവും എന്നുള്ളത്. സെക്കൻഡ് ഫസ്റ്റ് ക്രെഡിറ്റ് സീൻസിൽ നമ്മുടെ സ്പൈഡർമാനെ തന്നെ ഡയറക്റ്റ് ടീസ് ചെയ്തിട്ടുണ്ട്. സ്പൈഡർ എന്ത് ചെയ്യുന്നുണ്ട്, ടീസ് ചെയ്ത പോലെ തന്നെ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് സാൻഡത്തിൽ ഡോക്ടർ സ്ട്രേഞ്ച് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു തകർന്ന് കിടക്കുന്ന ഒരു ടൈമിൽ തൻ്റെ വാച്ചെടുത്ത് നോക്കുന്നുണ്ട്. തകർന്ന ഒരു വാച്ച്, ആ വാച്ചിൽ റിയാലിറ്റി ആയിരിക്കും മേ ബി ഇവിടെ ചൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാൻ, അല്ലെങ്കിൽ കാണിക്കാനൊരു സാധ്യത. ക്രിസ്ത്യൻ മാരേജ് ചെയ്തതും അത് ആരെയാണ് കല്യാണം കഴിച്ചതെന്നുള്ളൊരു കാര്യം നമുക്ക് കാണിച്ചിട്ടില്ല. ടോട്ടലായിട്ട് നമുക്കൊരു ഇമാജിനേഷൻ അല്ലെങ്കിൽ ഒരു ഇമേജ് നമുക്ക് കാണിക്കുന്നുണ്ട്. ബട്ട് ആ ഒരു സമയത്ത് നമുക്ക് മൊത്തം എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, തലകയായിട്ട് മാറുന്നത് നമുക്ക് കാണിക്കും. സോ ആ ഒരു സമയത്ത് നമ്മുടെ വാട്ടിഫ് സീരീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. വാട്ടിഫിനകത്ത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇങ്ക് പോലെ എന്ത് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ആവുന്ന രീതിയിൽ നമുക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മൊത്തം ഇവാപ്പറേറ്റ് ആവുന്ന രീതിയിലാണ് നമുക്ക് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ബ്രിക്സ് എല്ലാം തന്നെ വരുന്ന രീതിയിൽ. അതേ സമയത്ത് നമുക്ക് വാണ്ട എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പെഷ്യലി ജെൻഡ എന്ത് ചെയ്യുന്നുണ്ട്, ജെൻഡ എന്ന് വിളിക്കുന്ന ഒരു ടൈമുണ്ട്. സോ ടെക്നിക്കലി ആ ഒരു സമയത്ത് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് വാണ്ടയുടെ അടുത്ത് പോയിട്ട് ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്. ബട്ട് ഒരു റെഡ് കളറിലെ ഒരു ഡ്രോപ്സ് ഒക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് എടുക്കുന്നത് നമുക്ക് കാണാം. വാണ്ടയുടെ അടുത്ത് ആ ഒരു ടൈമിൽ പോയി ചോദിക്കുന്നത് കാണാം. സോ ആ ഒരു റെഡ് കളർ ഡ്രോപ്സ് ആ ഒരു മാജിക് കാണിക്കുന്നത്, എസ്പെഷ്യലി വാണ്ടയുടെ മാജിക്ക്, ആ ഒരു കയോസ് മാജിക്ക് നമ്മുടെ ഇവിടെ ഡോക്ടർ സ്ട്രേഞ്ച് എടുത്തിരിക്കാൻ ഒരു സാധ്യത വളരെ കൂടുതലാണ്. ആ ഒരു സമയത്ത് പർപ്പിൾ കളറായിട്ട് കാണിക്കുന്നുണ്ട്. എസ്പെഷ്യലി അങ്ങനെയാണെങ്കിൽ അഗതയുടെ മാജിക്ക് പർപ്പിൾ കളറാണ്. സോ ആ അഗതയുടെ മാജിക്കും ഇവിടെ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് ഒബ്സർവ് ചെയ്തിരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. സോ അതിൻ്റെ പ്രവർത്തനം സോസറർ സുപ്രീം ആയിട്ടുള്ള ഡോക്ടർ സ്ട്രേഞ്ച് നമുക്ക് മൾട്ടിവേൾഡ് ഓഫ് മാഡ്നസിൽ വരും എന്നുള്ളത് നമ്മുടെ ഡയറക്റ്റ് ടീസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനം ആ ഒരു ടീസിംഗിൽ കൂടി തന്നെ മൾട്ടിവേൾഡ് ഓഫ് മാഡ്നസിൽ ഏറ്റവും കൂടുതൽ വില്ലനായിട്ട് വരാൻ സാധ്യതയുള്ളത് ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ടൈമിൽ ഒരു 5 മിനിറ്റ് ഗ്യാപ്പിൽ നമ്മുടെ സുപ്രീം ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ ഡയറക്റ്റ് നമുക്ക് ടീസ് ചെയ്തു. ആൻഡ് എങ്കിൽ പോലും ഇവിടെ വാണ്ട അടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്, സീക്വല് വരുമെന്നുള്ളത് മറ്റൊരു കാര്യമാണ്. വാണ്ട ഇതിനേശം എന്ത് ചെയ്യുന്നുണ്ട്, വാണ്ട വിഷന് ശേഷം എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. ഒരുപാട് മരങ്ങളൊക്കെ വളർത്തി ഒരു ചെറിയൊരു കുടിൽ താമസിക്കുന്നത്, മരം ഒരുപാട് വളർന്നിട്ടുണ്ട്. സോ ഇത്ര ഒരു ഗ്യാപ്പിനിടയിൽ, ഒരു 5 ഇയേഴ്സ് ഗ്യാപ്പിനിടയിൽ എങ്ങനെയാണ് ഇത്രമാത്രം മരങ്ങൾ വളരുന്നത്, എസ്പെഷ്യലി പുള്ളിക്കാരിയുടെ ഡാർക്ക് മാജിക് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. ബ്ലിപ്പ് ആ ഒരു സമയത്ത് റിട്ടേൺസിന് ശേഷം സെയിം ടൈമിൽ അതുപോലെ തന്നെ ബട്ട് ഇത്രയും മരങ്ങളും കാര്യങ്ങളൊക്കെ വളർത്തി ബ്ലാക്ക് മാജിക് ഒക്കെ യൂസ് ചെയ്ത് ഇവിടെ നിൽക്കുന്ന ഒരു സമയത്ത്, അതേ സമയത്ത് എസ്പെഷ്യലി സീക്വലായിട്ട് തന്നെ നമുക്കിനി വരാൻ പോകുന്ന ആ ഒരു 2 ആയിട്ട് ശരി എങ്കിൽ പോലും നമുക്കിവിടെ 2 ഡോക്ടർ സ്ട്രേഞ്ച് അല്ല, 2-ൽ കൂടുതൽ 2 ഡോക്ടർ സ്ട്രേഞ്ചിനെ ഇവിടെ കാണിച്ചിട്ടുള്ളെങ്കിലും സോസറർ സുപ്രീമിനെ നോർമൽ ഡോക്ടർ സ്ട്രേഞ്ചിനെയും കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും 2-ലും അധികം ഡോക്ടർ സ്ട്രേഞ്ചിൽ മൾട്ടിവേഴ്സ് ബ്രേക്ക് ആവുന്ന സമയത്ത് വരും. സോ ആ സമയത്ത് അങ്ങനെ ഒരു നെക്സസ് ഇവൻ്റ് ഇവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത്രമാത്രം ഡോക്ടർ സ്ട്രേഞ്ചസുകൾ വരാം. സോ നമ്മുടെ
ദ കോൺകറർ വരുന്നത് പോലെ. അതിൻ്റെ അടുത്ത് നമുക്ക് അമേരിക്കൻ ചാവോസിനെ ട്രീസ് ചെയ്തിട്ടുണ്ട്. സോ പുള്ളിക്കാരിക്ക് അടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മൾട്ടിവേർഡ് ഓഫ് ദ മാഡ്നസ്സിൽ സ്പേസ് ഉണ്ടെന്നുള്ളൊരു കാര്യം ഇവിടെ കാണിച്ചിട്ടുണ്ട്. പുള്ളിക്കാരെ പല സ്ഥലത്തും ഡോക്ടർ സ്ട്രേഞ്ച് സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സോ എന്തായാലും ഈ റോളിൽ എന്തായാലും നമ്മുടെ അമേരിക്കൻ ചാവോസ് ഇതിനുള്ളിൽ വരുമെന്നുള്ളതൊരു സത്യാവസ്ഥയാണ്. ഫൈനലി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡോക്ടർ സ്ട്രേഞ്ചിനെ പോയിട്ട് വാണ്ടയുടെ അടുത്ത് ഒരു ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ അതുപോലെ തന്നെ ആ ഒരു നെയ്മറിൻ്റെ എസ്പെഷ്യലി നെയ്മറിൻ്റെ സോ ഒരു വില്ലനായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു ക്യാരക്ടറിനെ നമുക്കിവിടെ ടീസ് ചെയ്തിട്ടുണ്ട്. അലോഗുജ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ. സോ ആ ഒരു ക്യാരക്ടറിനെ ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ മേ ബി മൾട്ടിവേർഡ് ഓഫ് മാഡ്നസ്സിൽ നമുക്ക് നെയ്മറും വരാനൊരു സാധ്യത വളരെ വളരെ കൂടുതലാണ്. ആൻഡ് എസ്പെഷ്യലി ഈ ഒരു സമയത്ത് നിന്നുള്ള വാണ്ടയാണ് അടുത്ത് വില്ലനായിട്ട് വരുന്നതെന്നുള്ളതും എനിക്കൊരു ഡൗട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. മെയിൻ വില്ലനായിട്ട് മേ ബി വാണ്ടയും വരാം. ആൻഡ് അതുപോലെ തന്നെ ഇത്രയൊക്കെ നമുക്ക് ചൂസ് ചെയ്യുമ്പോഴും നമ്മുടെ സാസറ സുപ്രീമായിട്ട് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് പവർഫുള്ളായിട്ട് മാറുന്ന ഒരു സമയത്ത് എത്രമാത്രം പവർഫുൾ ആണെന്നുള്ളതും നമുക്ക് വാട്ടർബിൽ കൂടി കാണിച്ചിട്ടുണ്ട്. സോ അതിനെ ലൈവ് ആക്ഷൻ വരുമ്പോൾ എത്രമാത്രം എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ എനിക്ക് ലൈറ്റായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു ക്രെഡിറ്റ് സീനിൽ തന്നെ എസ്പെഷ്യലി നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സോസർ സുപ്രീമായിട്ട് പലരുടെയും പവേഴ്സിൽ ഒബ്സർവ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കാണിച്ചിരിക്കുമ്പോഴും വില്ലനായിട്ടൊരു ഡോക്ടർ സ്ട്രേഞ്ച് വരും. അതിൻ്റെ അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അമേരിക്കൻ ക്യാവോസിന് എത്രമാത്രം ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുമെന്നുള്ളതും ഇതിനകത്ത് കൂടി തന്നെ നമുക്ക് കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ സാധ്യതയുള്ള ക്യാരക്ടേഴ്സുകൾ ആയിരിക്കുക എന്നുള്ളത് ഫുള്ളായിട്ട് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്ക് സ്പൈഡർമാൻ 4ൻ്റെ ഒരു ടീസിങ്, ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിൻ്റെ ഒരു ടീസിങ്, സോ മൊത്തത്തിലൊരു ടീസിങ് തന്നാണ് നമ്മുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻസ് ഹൈപ്പ് കൂട്ടിയിട്ടുള്ളത്. ഫസ്റ്റ് പോസ്റ്റ് ക്രെഡിറ്റ് സീൻസിൽ അങ്ങനെ ഒരെണ്ണം ടീസ് ചെയ്തിട്ടുണ്ടെങ്കിലും സെക്കൻഡ് പോസ്റ്റ് ക്രെഡിറ്റ് സീൻസിലെല്ലാം ഇമ്പോർട്ടൻസ് ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. സോ നിങ്ങളിത് കണ്ട സമയത്ത് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവ് ചെയ്യുക. അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. വീണ്ടും സന്ദിപ്പം. ലവ് യു ആൾ. ടാറ്റ. ടേക്ക് കെയർ. സ്റ്റേ ഹോം. പീസ് ഔട്ട് ഗൈസ്. ചീസ്. ടേക്ക് കെയർ. ടാറ്റ. ബൈ ബൈ. പീസ് ഔട്ട് ഗൈസ്.